മഹാബലിപുരത്തേക്കാണ് ഈ യാത്ര. ചെന്നൈയിൽ നിന്നും 60 കിലോമീറ്ററോളം ഈസ്റ്റ് കോസ്റ്റ് റോഡ് വഴി യാത്ര ചെയ്താൽ മഹാബലിപുരത്തെത്താം. മഹാബലിപുരം ഇന്നത്തെ കാഞ്ചീപുരം ജില്ലയിലെ അതിപുരാതനമായ ഒരു തുറമുഖ നഗരമാണ്. ഇവിടെ മാമല്ലപുരം എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 12 മീറ്ററോളം ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കൃഷ്ണമണ്ഡപം. ഹിന്ദു പുരാണങ്ങളും 7ാം നൂറ്റാണ്ടിലെ തമിഴ്നാടിൻ്റെ സംസ്കാരവും ചിത്രീകരിക്കുന്ന വലിയ പാനലുകളുള്ള കൃഷ്ണമണ്ഡപം സങ്കീർണമായ ഒരു ഗുഹയാണ്. ഈ ക്ഷേത്രം ഗംഗാ ബേസ് റിലീഫിൻ്റെ ഇറക്കത്തിന് അടുത്താണ്. തൂണുകളുള്ള ഹാളിൻ്റെ ചുവരുകൾ കൃഷ്ണൻ്റെ കഥയിൽ ഇഴചേർത്ത ഗ്രാമീണ ജീവിതത്തെ ചിത്രീകരിക്കുന്നു. കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ പിടിച്ചിരിക്കുന്നതും അതിനോടൊപ്പം മനുഷ്യരും കന്നുകാലികളും മറ്റ് മൃഗങ്ങളും കൂടെ നിൽക്കുന്നതും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പല്ലവ രാജാവായ മാമല്ലൻ്റെ പേരിലാണ് മഹാബലിപുരം സ്മരിക്കപ്പെടുന്നത്. ആദ്യകാല ദ്രാവിഡ തച്ചുശാസ്ത്രത്തിൻ്റെ സ്പർശവുമായി പല്ലവ കലയിൽ വിരിഞ്ഞ ദൃശ്യവിസ്മയങ്ങളാണ് ഇവിടെ കാണാനാവുക. ഈ കാണുന്നതാണ് മഹാബലിപുരം ലൈറ്റ് ഹൗസ്. മറ്റൊരു ദൃശ്യവിസ്മയമാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ. ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ തോന്നുന്ന, ഇപ്പോൾ താഴേക്ക് ഉരുണ്ടു നീങ്ങുമോ എന്ന ഭയം ജനിപ്പിക്കുന്ന ഒരു കൂറ്റൻ പാറക്കല്ലാണ് ഇത്. ധാരാളം ക്ഷേത്ര സമുച്ചയങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് മഹാബലിപുരം. ചാരുതയാർന്ന ധാരാളം ശില്പങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കടകളും കാണാം. അത്തരമൊരു കടയിൽ നിന്നും സുവനീറുകൾ വാങ്ങാനുള്ള തിരക്കിലാണ് ഞങ്ങൾ. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് മഹാബലിപുരം. ഗ്രീൻ ഹെറിറ്റേജ് മോണുമെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം ഒരു സെൽഫി പോയിൻ്റ് കൂടിയാണ്. ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള പൂന്തോട്ടത്തിൽ മരങ്ങളും ചെടികളും പുൽത്തകിടിയും വളരെ മനോഹരമായി പരിപാലിച്ചിരിക്കുന്നു. സന്ധ്യാവേളയായതിനാൽ ധാരാളം സഞ്ചാരികൾ ഈ ചരിത്ര സമുച്ചയം കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ദേശീയ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകം കൂടിയാണ് ഇവിടം. മനോഹരമായ കടൽ തീരവും കരിങ്കൽ ശില്പങ്ങളും പുണ്യപുരാതനമായ ക്ഷേത്ര സമുച്ചയങ്ങളും കഥ പറയുന്ന കലാനഗരമാണ് മഹാബലിപുരം. കല്ലിൽ കൊത്തിയെടുത്ത ശില്പചാതുര്യത്തിൻ്റെ അതിശയിപ്പിക്കുന്ന പട്ടണം കൂടിയാണിവിടം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുവിദ്യയുടെ ശാലീന്യത തേടി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ശില്പനഗരിയിൽ കടന്നാൽ ആദ്യം കാണാനുള്ള കാഴ്ച തിരുക്കടൽ മെല്ലൈ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്. ശില്പങ്ങൾ കടൽ കാറ്റേറ്റും കൊടും വെയിലും നശിച്ചു പോകാതിരിക്കാൻ രാജാക്കന്മാർ നിർമ്മിച്ച തിരുക്കടൽ മെല്ലൈ ഒരു ശിവക്ഷേത്രമാണ്. ശിവൻ്റെ ഇഷ്ടവാഹനമായ നന്ദികേശൻ്റെ പാറയിൽ കുത്തിയെടുത്ത ധാരാളം ശില്പങ്ങൾ ഇവിടെ കാണാം. ഷോർ ടെമ്പിൾ എന്നും ഈ ക്ഷേത്ര സമുച്ചയം അറിയപ്പെടുന്നു. ഉദയസൂര്യൻ്റെ ആദ്യകിരണങ്ങൾ ഏറ്റുവാങ്ങുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ ഗജവീരൻ്റെ ശില്പം നമ്മിൽ വിസ്മയം ജനിപ്പിക്കും. വളരെ കാലത്തിനു ശേഷം കണ്ടുമുട്ടിയ ഞങ്ങൾ ധാരാളം വിശേഷങ്ങളും കഥകളും പങ്കുവച്ച് ആ സായാഹ്നം അവിസ്മരണീയമായ ഒന്നാക്കി മാറ്റി. ഗ്രാമഭരണാധികാരികളും മുതിർന്ന പൗരന്മാരും ചേർന്നുണ്ടാക്കിയ ഒരു റെസല്യൂഷൻ അല്ലെങ്കിൽ വ്യവസ്ഥ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും ധാരാളം നിറങ്ങളിലുള്ള ദീപങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നു ഈ ക്ഷേത്ര സമുച്ചയം. ചരിത്ര പാഠപുസ്തകങ്ങളിൽ മാത്രം കണ്ടു പരിചയിച്ച മഹാബലിപുരം നേരിൽ കാണാനായതിൻ്റെ സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ദീപവിതാനത്തിൻ്റെ നിറം മാറുന്നതിനനുസരിച്ച് കണ്ണിന് മുന്നിൽ ഒരു ദൃശ്യവിരുന്ന് ഒരുക്കിക്കൊണ്ടിരുന്നു ഈ ക്ഷേത്രം. മുന്നിൽ കാണുന്നതെല്ലാം കച്ചവട കേന്ദ്രങ്ങളാണ്. ഞങ്ങളുടെ ഈ യാത്രയും അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു. തിരിച്ച് ഞങ്ങൾ ചെന്നൈ സെൻട്രലിൽ എത്തിച്ചേർന്നു.